നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലുള്ള വിൻസെന്റ് സാറിൻ്റെ വീട്ടിലാണ്. സോ നമ്മൾ വിൻസെന്റ് സാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ സാർ. വീടിൻ്റെ ഭംഗി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നല്ലൊരു ബ്യൂട്ടിയിൽ ചെയ്തിരിക്കുന്ന വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ ഭംഗി പോവാതെ വേണം സ്ലോപ്പ് റൂഫിൽ പാനൽ ചെയ്യാന്നുള്ളതായിരുന്നു ഇവിടുത്തെ കസ്റ്റമറുടെ ഏറ്റവും വലിയ ആവശ്യം. സോ വീട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഒട്ടും കാണാത്ത രീതിയിൽ ഒരു 7 കിലോവാട്ട് സോളാർ പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ ചെറിയ രീതിയിൽ വളരെ നോക്കിയാൽ കാണാൻ സാധിക്കുള്ളൂ. സോ ഇങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു മൈക്രോ ഇൻവെർട്ടർ ചെയ്തിട്ടുള്ള ഒരു ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റിലാണ് നിൽക്കുന്നത്. മൈക്രോ ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സൈറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ റൂഫ് ഏരിയയിൽ നമുക്ക് എല്ലാ പാനലിലൂടെ ഒരുമിച്ച് വെക്കാനുള്ള സ്പേസ് ഇല്ല. കാരണം വീടിൻ്റെ ഡിസൈൻ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ ഇങ്ങനെ നടുക്കൊരു കൂര വരുന്നുണ്ട്, അതേപോലെ തന്നെ പല ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് എല്ലാ പാനൽസും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു സൈറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് മൈക്രോ ഇൻവെർട്ടേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇൻവെർട്ടർ പാനലിൻ്റെ അടിയിൽ തന്നെ പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് നോക്കിയാൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മൈക്രോ ഇൻവെർട്ടേഴ്സിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓരോ പാനലും അതിനെ കണക്ട് ചെയ്യുന്നത് ഓരോ ഇൻവെർട്ടറിലേക്ക് സെപ്പറേറ്റ് ആണ് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും പ്ലാന്റ് ഫുള്ളായിട്ട് സ്റ്റോപ്പായി പോകില്ല. ഇൻവെർട്ടർ കേടാവുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു പാനലിന് മാത്രമേ സ്റ്റോപ്പിങ് വരുള്ളൂ. അതേപോലെ എനിക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇപ്പോൾ നമ്മളൊരു വൈകുന്നേരം നിൽക്കുന്ന ഒരു 4:30 സമയമായി. ഈ സമയത്ത് ചില പാനലിൽ ഷെയ്ഡുണ്ട്. ആ പാനലിൻ്റെ പ്രൊഡക്ഷനിൽ മാത്രമേ ചെറിയൊരു കുറവ് വരുള്ളൂ. എന്നാൽ നല്ല വെളിച്ചം കിട്ടുന്ന പാനൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലുള്ള പാനൽസിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല ലൈറ്റ് കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് ഫുള്ളായിട്ടുള്ള പ്രൊഡക്ഷൻസ് കിട്ടും. സോ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ഷെയ്ഡ് വരുന്ന ഏരിയകളുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും മരങ്ങളുടെ ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷൻസ് മൈക്രോ ഇൻവെർട്ടേഴ്സാണ്. മൈക്രോ ഇൻവെർട്ടേഴ്സിന് മറ്റുള്ള പാനലിനേക്കാളും പ്രൊഡക്ഷൻസ് കൂടുതലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓരോ പാനലിൻ്റെയും പ്രൊഡക്ഷൻസ് സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ പറ്റും. നോർമലായിട്ടുള്ളൊരു ഇൻവെർട്ടർ, സ്ട്രിങ് ഇൻവെർട്ടേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു പാനലിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് തന്നെ സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ സാധിക്കില്ല. നമുക്ക് ഒരു ദിവസത്തെ ടോട്ടൽ പ്രൊഡക്ഷനെ അറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ നമ്മൾ മൈക്രോ ഇൻവെർട്ടറാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഈ സൈറ്റിൽ 11 പാനലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓരോ പാനലിലും എത്ര വോൾട്ടേജ് പ്രൊഡക്ഷൻസ്, എത്ര പവർ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ സാധിക്കും. ഇൻ കേസ് ഫ്യൂച്ചറിൽ 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പാനലിന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് മൊബൈലിൽ വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ആ കംപ്ലൈൻ്റ് ഉള്ള പാനൽസ് മാത്രം നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സൊല്യൂഷനാണ് മൈക്രോ ഇൻവെർട്ടേഴ്സ്. നമ്മൾ സാധാരണ ഒരു സ്ട്രിങ് ഇൻവെർട്ടർ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവെർട്ടർ വരുന്ന സ്ഥലത്ത് ഇവിടെ നമുക്ക് വെസ്റ്റ് അതിൻ്റെ ഒരു കൺട്രോളിങ് യൂണിറ്റ് മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ നെറ്റ് കണക്ടിവിറ്റി ആയിട്ട് വർക്ക് ചെയ്യണ ഒരു ഡിവൈസ് മാത്രമേ നമ്മളിവിടെ എൻഫേസ് എന്ന് പറഞ്ഞതിൽ നമുക്ക് ആവശ്യമുള്ളൂ. ഇൻവെർട്ടർ നമ്മൾ ഇവിടെ ആവശ്യം വരുന്നില്ല. ഓരോ പാനലിൻ്റെയും അടിയിൽ തന്നെ നമ്മൾ അതിൻ്റെ മൈക്രോ ഇൻവെർട്ടേഴ്സ് പോകുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ വരുന്ന നമ്മൾ നോക്കിയാൽ കാണാം, നെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് ഒരു കൺട്രോൾ ഡിവൈസ് മാത്രമേ നമ്മളുടെ ഇവിടെ വരുന്നുള്ളൂ. അത് എൻഫേസിൻ്റെ തന്നെ ഒരു കൺട്രോൾ ഡിവൈസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ കൺട്രോൾ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യണത്. അതായത് നമ്മുടെ വീട്ടിൽ എത്ര കൺസപ്ഷൻ ഉണ്ടെന്നുള്ളതും എത്ര യൂണിറ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതും അതേപോലെ തന്നെ നമ്മൾ എത്ര യൂണിറ്റാണ് ഉപയോഗം കഴിഞ്ഞിട്ടുള്ള ബാലൻസ് എക്സ്പോർട്ട് ചെയ്തെന്നുള്ളതൊക്കെ നമ്മൾ അറിയുന്നത് ഈ ഒരു കൺട്രോൾ യൂണിറ്റ് വെച്ചുകൊണ്ടാണ്. ബാക്കി ഒന്നും തന്നെ നമ്മളുടെ നെറ്റ് മീറ്ററിൻ്റെ അടുത്ത് വരുന്നില്ല എന്നുള്ളത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.